Hey guys, welcome to my YouTube channel. So ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇന്ന് വൈകിട്ട് കൊച്ചിയിലോട്ട് പോകും. നാളെ ഇനി അവിടെ പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതുവരെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇപ്പോൾ ഇന്ന് ഉമ്മിയുടെ സിസ്റ്റർ വരും. ഉമ്മി ബിരിയാണി കുക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്നൊരു ബിസി ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒന്നുകൂടി കാണാൻ ഒന്നുകൂടി രസം ഇങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും. ഞാൻ ഇന്ന് അങ്ങനത്തെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തൊണ്ടവേദനയും പനിയൊക്കെ ആയിട്ട്. അപ്പോൾ അത് കാണിച്ചപ്പോൾ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട്. ബിജു തേങ്ങ പൊളിക്കാൻ കേട്ടോ. വാപ്പിച്ചി രാവിലെ ഷോപ്പിലേക്ക് പോകുമ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഈ തേങ്ങ ഫുള്ള് പൊളിച്ചിടണം എന്ന്. എത്ര തേങ്ങ ഉണ്ടാവും? 25 ഉണ്ടോ? ഇവിടെ തേങ്ങ പൊളിക്കുന്നത് റിജു ആണ്. ഈ തേങ്ങ ഒക്കെ പൊളിക്കുന്നത് ആൻറ്റിക്ക് കൊച്ചിയിലോട്ട് കൊണ്ടുപോകാനാണ്. അവിടെ ഇങ്ങനെ നമ്മളെപ്പോലെ വലിയ വലിയ പറമ്പും അതേപോലെ തേങ്ങ ഒന്നും കിട്ടൂല. കിട്ടും, പൈസ കൊടുത്ത് വാങ്ങാം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ കുറേ തേങ്ങ പൊളിച്ചിട്ട് ആൻറ്റിക്ക് കൊണ്ടുപോകാറാണ്. കാണിച്ചു തരാവേ. ഇത്രയും തേങ്ങ റിജുവിന് പൊളിക്കാനുണ്ട്. ഈ കൊച്ചിക്കാർക്ക് ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമാണ്. അപ്പോൾ എപ്പോഴും ആൻറ്റിക്ക് ചക്ക തേങ്ങ അങ്ങനെ എന്തൊക്കെയെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്. 2 എണ്ണം ആയിട്ടുണ്ട്. എക്സൈറ്റഡ്? Not excited. Full of work. ഇവൻ മോനെ ഒറ്റ കൈ കൊണ്ട് ഒരു തേങ്ങ അങ്ങ് പൊടിച്ചു. വിഘ്നേഷാണ് സാധാരണ ഇത് പൊളിക്കാറ്. വിഘ്നേഷ് ഇവന്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടിനെ വിളിക്കാറാണ്. ആ വിഘ്നേഷിന്റെ അനിയനാണ് ആ പോയത്. വിഘ്നേഷൊക്കെ പെട്ടെന്ന് പൊളിക്കും. റിജുവിനെ പോലെ അല്ല, റിജുവിന് ഉഷാറില്ല. എന്താ പറഞ്ഞത്? ഇടപെടുത്തണം അത്രേ വീഡിയോയില്. ഇടപെടുത്തണല്ല, എന്നെ ഇൻക്ലൂഡ് ചെയ്യണം. ഞാൻ പോയിട്ട് ബാക്കി പണികൾ നോക്കട്ടെ. അപ്പോഴേക്കും ഇവൻ തേങ്ങ പൊളിച്ചു കഴിഞ്ഞു. ഇത് ഞാൻ ഉമ്മിക്ക് കസാക്കിസ്ഥാനിൽ നിന്ന് കൊടുന്നതാണ്. ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ 1-2 ഇട്ട് കൊടുത്താൽ മതി. കൊള്ളാം, എനിക്കിഷ്ടമായി. ഇതാണ് സംഭവം. എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് റിജുവിൻ്റെ അടുത്ത് പോയേക്കാം. ഏതുവരെയായി തേങ്ങ പൊളിക്കൽ നമുക്ക് പോയേക്കാം. അല്ലാ, എത്ര എണ്ണം പൊളിച്ച്? 29 പൊളിച്ചോ? നോക്കട്ടെ, വെറുതെ പറയോ. 1 2 3 4 5 6 7 8 9 10 11 12. ഇനി എത്ര ഉണ്ട്? ഇനിയും ഉണ്ടല്ലേ അത്യാവശ്യം. വേർത്ത് കുളിച്ചു. കൊടുക്ക്. ആരുടെ കല്യാണം നെസ്കാക്ക? ആരുടെ കല്യാണം പറ? സപ്പൂന്റെ കല്യാണം. കണ്ടിട്ടാ? കണ്ട്. ഹായ് പറയ് നെസ്കാക്ക. ഇതിനിടക്ക് മൂത്തമ്മ ഒക്കെ വന്നു. അപ്പോൾ മൂത്തമ്മ വന്നിട്ട് ഞാൻ കുളിക്കാൻ കയറിയ ടൈമിൽ വന്നുകൊണ്ട് എനിക്ക് ശരിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അവർ വരുന്ന വീഡിയോസും എല്ലാം എടുക്കണം വിചാരിച്ചിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് നേരം ഇരുന്ന് അവർ മെയിനായിട്ട് വരാൻ കാരണം നെക്സ്റ്റ് മന്ത് 2 എൻ്റെ മൂത്തുമ്മയുടെ മോൻ്റെ വെഡിങ്ങാണ് വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ലീവിന് വന്നത് തന്നെ 2 വെഡിങ്ങാണ് എനിക്കുള്ളത്. ഒന്ന് വാപ്പിച്ചിയുടെ സിസ്റ്ററുടെ മോൻ്റെതും
ഉമ്മയുടെ സിസ്റ്റർ മോൻ്റെ. വാപ്സിയുടെ സിസ്റ്റർ മോൻ്റെയാണ് ഈ 14th വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ലീവിന് വരും, പക്ഷെ ഇപ്രാവശ്യം എന്തായാലും വരണമെന്നുണ്ടായിരുന്നു ഈ കല്യാണമൊക്കെ കാരണം. അപ്പോൾ അതിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവർ വന്നത്. അവർ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഫുഡൊക്കെ കഴിച്ചു. ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ തിരിച്ചു പോയി. ഇപ്പം ഞാൻ റെഡിയായിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇനി കൊച്ചിയിലോട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് നാളെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. നാളെ അവിടെ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ അതും നാളത്തെയും കൂടിയിട്ട് ഒരൊറ്റ വ്ളോഗാക്കും, അല്ലാണ്ടെങ്കിൽ ഇന്നിപ്പോൾ അവിടെ എത്തുന്ന വരെയുള്ളത് ഒരു വ്ളോഗാക്കിയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്താ ഐഡിയ പോലെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ലോങ് ആണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും, ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ ഇനി പോകുന്ന വഴിക്കുള്ളതൊക്കെ കാണാം. സോ ആൻറ്റിക്കുമ്മി ബീഫ് ഫ്രൈ ബിരിയാണി ആക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ. ഇത് ഞാൻ കസാക്കിസ്ഥാനിൽ നിന്ന് കൊടുന്ന ആപ്രിക്കോട്ടാണ്. സോ ആൻറ്റിക്ക് കൊണ്ടുപോകാണ്. ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമായില്ല അത് വല്ലാണ്ട്. ഒരു ചക്ക എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവിടെ ചക്കയൊന്നും കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാറാണ്. തെംജുവിൻ്റെ ഹോസ്പിറ്റലിലെ ലാസ്റ്റ് ഡേ ആയിരുന്നെന്ന് അവനന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കൊടുന്ന കേക്ക് എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ? കരഞ്ഞില്ലേ? ചേട്ടനോ? സാരില്ല. എത്ര വർഷമായി? 1 വർഷമോ 2 വർഷമായില്ല അവിടെ? കിട്ടിയോ? താ 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 ഇറങ്ങി. വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോ അഭിനയിക്കുകയാണ്. എന്താണ്? ഒന്നുമില്ല. ഇവിടെ ഗോൾഡ് എടുക്കാൻ വന്നതാണ്. ഇന്നലെ കൊച്ചിയിലെത്തിയിട്ട് ബാക്കി ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. വയ്യാണ്ടായി. ഡോക്ടറൊക്കെ കാണിച്ച് ഇപ്പോൾ കുഴപ്പമില്ല. ലുലുമാളിലാണ് ഞങ്ങളിപ്പോൾ. തിരക്കാണ്. വയ്യ, എനിക്കാണെങ്കിൽ തീരെ വയ്യ. ഫുൾ ഓഫ് അഭിനയം. എന്താ ശരിക്കും വയ്യ. അല്ലല്ല, അഭിനയമാണ്. വാ വാ വാ. അലിൻ ജോസ് പെരേര. പാവം, ഉമ്മിന് ഇത്രയും ഹെൽപ്പ് ചെയ്യണ വേറൊരാളില്ല. ഹേ റിജാദ്,